ഹായ് ഫ്രണ്ട്സ്, മഷ്റൂം കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ എടുത്ത് കൊടുത്തത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നാളികേരക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂണ് ചേർത്തിട്ട് ഞാൻ ആദ്യം വെള്ളം ഒഴിക്കാണ്ടാണ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. അപ്പോൾ അതിൽ കൂണിലേക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ലോണം പിടിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചൊന്ന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മസാലപ്പൊടി നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളികേരപ്പാൽ, ഒന്നാം പാലാണ് കേട്ടോ, അതും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂണ് കറി സെറ്റായിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.